ശ്രദ്ധിക്കുക, നമ്മൾ ഇംഗ്ലീഷിൻ്റെ 5-ാമത്തെ പാഠത്തിലേക്ക് കിടക്കുകയാണ്. 5-ാമത്തെ പാഠത്തിൻ്റെ പേര് ഫ്യൂവൽ ഓഫ് ദി ഫ്യൂച്ചർ എന്നാണ്. ഫ്യൂവൽ ഓഫ് ദി ഫ്യൂച്ചർ. ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ഇന്ധനം, ഊർജം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഭാവിയിലെ ഊർജം അല്ലെങ്കിൽ ഭാവിയിലെ ഇന്ധനം എന്നാണ് പാഠത്തിൻ്റെ പേര്. നമ്മൾ സെക്ഷൻ 1 പോവുകയാണ്. നമുക്ക് വായിക്കാം. ദ ബസ് വേർഡ് ടുഡേ ഈസ് ക്ലീൻ എനർജി, സംതിങ് ദാറ്റ് വി ക്യാൻ റീപ്പ് ഫ്രം നേച്ചർ. ബസ് വേർഡ് എന്ന് പറഞ്ഞാൽ പരസ്യവാചകമെന്നാണ്. അപ്പോൾ ഇന്നത്തെ ലോകത്തിൻ്റെ പരസ്യവാചകമെന്ന് പറയുന്നത് ക്ലീൻ എനർജി എന്നുള്ളതാണ്. ക്ലീൻ, ശുദ്ധമായ ഊർജം. ശുദ്ധമായ ഊർജം എന്താണ്? സംതിങ് ദാറ്റ് വി ക്യാൻ റീപ്പ് ഫ്രം നേച്ചർ. പ്രകൃതിയിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഊർജത്തെയാണ് ശുദ്ധമായ ഊർജം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദി സെർച്ച് ഹാസ് ലെഡ് മാൻ ടു ദ സൺ, സോളാർ, ദ വിൻഡ്, ദ ടൈഡ്സ്, ടൈഡൽ, വാട്ടർ, ഹൈഡ്രോ ആൻഡ് ഈവൻ ബയോഗ്യാസ്. അങ്ങനെ ശുദ്ധമായ ഊർജത്തെ, പ്രകൃതിയിൽ നിന്ന് എടുക്കാൻ കഴിയുന്ന ഊർജത്തെ തേടിയുള്ള മനുഷ്യൻ്റെ യാത്രയിൽ മനുഷ്യൻ എത്തിച്ചേർന്നത് ഏതൊക്കെ ഊർജങ്ങളിലാണ്? സണ്ണിൽ, സൂര്യപ്രകാശത്തിൽ നിന്ന്, സോളാർ, അതുപോലെ തന്നെ വിൻഡ്, കാറ്റിൽ നിന്ന്, കാറ്റാടി യന്ത്രങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഈ ഊർജത്തെ ഉണ്ടാക്കാൻ പറ്റുന്നു. പിന്നെ ടൈഡ്സ് മീൻസ് തിരമാലകൾ ഉപയോഗിച്ച് ഊർജത്തെ ഉണ്ടാക്കാൻ കഴിയുന്നു. വാട്ടർ, വെള്ളത്തെ തടഞ്ഞു നിർത്തി അണക്കെട്ടെല്ലാം കെട്ടി വെള്ളത്തിൻ്റെ ഫോഴ്സിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു. ഈവൻ ബയോഗ്യാസ്, നമ്മുടെ വീട്ടിലൊക്കെ തന്നെ അവശിഷ്ടങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, അതുപോലെ തന്നെ പച്ചക്കറിയുടെ അവശിഷ്ടങ്ങളോ ചാണകവുമൊക്കെ ഉപയോഗിച്ച് ബയോഗ്യാസ് ഉണ്ടാക്കുന്നു. ഇവയെല്ലാം പ്രകൃതിയിൽ നിന്ന്, പ്രകൃതിയുടെ ശക്തിയെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഊർജങ്ങളാണ്. ദ ഗുഡ് ന്യൂസ് ഈസ് ദാറ്റ് വി ഇൻ ഇന്ത്യ ഹാവ് എ റീസൺ ടു ബി പ്രൗഡ്. ഒരു പുതിയ വാർത്ത എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? നോട്ട് ഓൺലി ഡു വി ഹാവ് ദ വേൾഡ്സ് ഓൺലി മിനിസ്ട്രി ഫോർ റിന്യൂവബിൾ എനർജി സോഴ്സസ്. ലോകത്ത് റിന്യൂവബിൾ എനർജി സോഴ്സസ്, റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? പുതുക്കാൻ കഴിയുന്ന ഊർജം. അപ്പോൾ റിന്യൂവബിൾ എനർജി സോഴ്സസിന് ഒരു വകുപ്പുള്ളത്, ഒരു മിനിസ്ട്രി ഉള്ളത് ഇന്ത്യയിൽ മാത്രമാണ്. ബട്ട് വി ആർ ഓൾസോ ദ വേൾഡ്സ് 5th ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ദി വിൻഡ് എനർജി. കാറ്റിൽ നിന്ന് ഊർജമുണ്ടാക്കുന്നതിൽ 5-ാം സ്ഥാനമാണ് നമുക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. കാറ്റിൽ നിന്ന് ഊർജമുണ്ടാക്കുന്നതിൽ നമുക്ക് 5-ാം സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ ലോകത്ത് ഒരു വകുപ്പ് എന്തിനു വേണ്ടിയിട്ട്? റിന്യൂവബിൾ എനർജി ഉണ്ടാക്കുന്ന, റിന്യൂവബിൾ എനർജിക്ക് വേണ്ടി ഒരു വകുപ്പുള്ള ഏക രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയിൽ എന്തുണ്ട്? മന്ത്രിസഭയിൽ ഒരു വകുപ്പുണ്ട്, മിനിസ്ട്രി ഫോർ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുന്ന ഒരു വകുപ്പ് ഉണ്ട്. നമുക്കറിയാം, പീയൂഷ് ഗോയൽ എന്ന് പറയുന്ന മന്ത്രിയാണ് അതിൻ്റെ വകുപ്പ് തലവൻ എന്ന് പറയുന്നത്. മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി എന്നാണ് ആ വകുപ്പിൻ്റെ പേര് പറഞ്ഞിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി എന്നാണ്. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് നമ്മൾ പോവുകയാണ്. വിൻഡ് എനർജി ഈസ് ഡിറൈവ്ഡ് ത്രൂ എ പ്രോസസ് വേർ വിൻഡ് ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് മെക്കാനിക്കൽ പവർ ടു ഓർ ഇലക്ട്രിസിറ്റി. അപ്പോൾ കാറ്റിൽ നിന്നാണ് വിൻഡ് എനർജി ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഡിറൈവ്ഡ് ത്രൂ എ പ്രോസസ് വേർ വിൻഡ് ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് മെക്കാനിക്കൽ പവർ ഓർ ഇലക്ട്രിസിറ്റി. അപ്പോൾ ചില പ്രക്രിയകളിലൂടെ കാറ്റിനെ എന്താക്കി മാറ്റുന്നു? മെക്കാനിക്കൽ പവറാക്കി മാറ്റുന്നു. മെക്കാനിക്കൽ പവർ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്നു. അതെങ്ങനെയാണെന്ന് നമ്മൾ അടുത്ത സെൻറ്റൻസിൽ പറയുന്നുണ്ട്. വിൻഡ് ടർബൈൻസ് എന്ന് പറഞ്ഞാൽ കറങ്ങുന്ന യന്ത്രം, കറങ്ങുന്ന ചക്രം. നമ്മൾ കണ്ടിട്ടുണ്ട്, കാറ്റാടി യന്ത്രങ്ങൾ കണ്ടിട്ടുണ്ട്. വലിയ ലീഫുകൾ, വലിയ ഫാനുകളുള്ള കാറ്റാടി യന്ത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാറ്റാടി യന്ത്രങ്ങൾ, വിൻഡ് ടർബൈൻസ്, ഈ കറങ്ങുന്ന ചക്രം കൺവേർട്ട് ദി കൈനറ്റിക് എനർജി. എന്താണ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ? ചലനാത്മക ഊർജം.
എന്താണ് ചലനാത്മക ഊർജം? കാറ്റിൻ്റെ ചലനത്തിൽ നിന്ന് ഉണ്ടാകുന്ന, കാറ്റിൻ്റെ ഫോഴ്സിൽ നിന്നുണ്ടാകുന്ന ഊർജത്തെ എന്താക്കുന്നു? ഇൻ ദി വിൻഡ് ഇൻറ്റു മെക്കാനിക്കൽ പവർ, അതിനെ മെക്കാനിക്കൽ പവറാക്കി മാറ്റുന്നു. അത് നേരിട്ട് ഇലക്ട്രിസിറ്റി ആവുകയല്ല ചെയ്യുന്നത്, അതിനെ മെക്കാനിക്കൽ പവറാക്കി മാറ്റുന്നു. വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്പെസിഫിക് ടാസ്ക്സ് സച്ച് ആസ് ഗ്രൈൻഡിങ് ഗ്രെയിൻ ഓർ പമ്പിങ് വാട്ടർ. ഈ മെക്കാനിക്കൽ പവർ ഉപയോഗിച്ചുകൊണ്ട് ചില മെഷീനെല്ലാം കറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മോട്ടോർ പ്രവർത്തിപ്പിക്കാനല്ല, മോട്ടോർ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം. അതേസമയം ചില യന്ത്രങ്ങൾ കറക്കാൻ വേണ്ടി എന്തുപയോഗിക്കാം? മെക്കാനിക്കൽ പവർ ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ യന്ത്രങ്ങളെ കറക്കാനൊക്കെ ഉപയോഗിക്കുന്ന പവറിനെയാണ് മെക്കാനിക്കൽ പവർ എന്ന് പറയുന്നത്. ഏതിൽ നിന്നാണ് വരുന്നത്? കാറ്റിൻ്റെ കൈനറ്റിക് എനർജിയെ എന്താക്കി മാറ്റുന്നു? മെക്കാനിക്കൽ പവറാക്കി മാറ്റുന്നു. ഈ മെക്കാനിക്കൽ പവർ ഉപയോഗിച്ച് ധാന്യങ്ങൾ പൊടിക്കുവാനും അതുപോലെ തന്നെ വെള്ളം പമ്പ് ചെയ്യാനുമെല്ലാം കഴിയുന്നു. എ ജനറേറ്റർ പിന്നീട് എന്താകുന്നു? ഈ മെക്കാനിക്കൽ പവറിനെ ഒരു ജനറേറ്റർ കൺവേർട്സ് ദി മെക്കാനിക്കൽ പവർ ഇൻറ്റു ഇലക്ട്രിസിറ്റി. അപ്പോൾ എന്താണ്? കൈനറ്റിക് എനർജി അത് മെക്കാനിക്കൽ പവറാകുന്നു. മെക്കാനിക്കൽ പവറിനെ ജനറേറ്റർ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? എ ജനറേറ്റർ കൺവേർട്സ്, ഒരു ജനറേറ്റർ ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ആക്കി മാറ്റാനും കഴിയുന്നു. സിൻസ് റെക്കോർഡഡ് ഹിസ്റ്ററി, ചരിത്രം രേഖപ്പെടുത്തുന്നത് കാലം മുതൽ വിൻഡ് പവർ ഹാസ് ബീൻ യൂസ്ഡ് ടു മൂവ് ഷിപ്സ്, ഗ്രൈൻഡ് ഗ്രെയിൻ ആൻഡ് പമ്പ് വാട്ടർ. അപ്പോൾ ചരിത്രം രേഖപ്പെടുത്താൻ തുടങ്ങിയ കാലം മുതൽ, രേഖപ്പെടുത്തിയ ചരിത്രത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയുന്നു? വിൻഡ് പവർ പണ്ട് കാലത്തും ഉപയോഗിച്ചിട്ടുണ്ട്. കാറ്റിൻ്റെ ശക്തിയെ പണ്ട് കാലത്തും ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? മൂവ് ഷിപ്സ്, കപ്പലുകൾ ഓടിച്ചുകൊണ്ട് പോകാൻ, അതുപോലെ തന്നെ ഗ്രൈൻഡ് ഗ്രെയിൻ ആൻഡ് പമ്പ് വാട്ടർ, ധാന്യങ്ങൾ പൊടിക്കുവാനും അതുപോലെ തന്നെ വെള്ളം പമ്പ് ചെയ്യാനും എന്തുപയോഗിച്ചിട്ടുണ്ട്? ഈ കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദർ ഈസ് എവിഡൻസ്, നമുക്കതിനൊരു തെളിവുമുണ്ട്. ദാറ്റ് വിൻഡ് എനർജി വാസ് യൂസ്ഡ് ടു പ്രോപ്പൽ ബോട്ട്സ് അലോങ് ദി നൈൽ ആസ് ഏർലി ആസ് 5000 BC, 1500 മുൻപ്, BC 1500 മുൻപ് തന്നെ എവിടെയുണ്ട്? നൈൽ നദിയിൽ പ്രോപ്പൽ ബോട്ട്സ് എന്ന് പറഞ്ഞാൽ പായ്വഞ്ചികൾ ചലിക്കുന്നതിന് വേണ്ടി, പായ്വഞ്ചികൾ ഓടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി എന്തിനെ ഉപയോഗിച്ചിരുന്നു? കാറ്റിൻ്റെ ശക്തിയെ ഉപയോഗിച്ചിരുന്നതായി കണക്കാക്കപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പായ്വഞ്ചിയിലൊക്കെ ഇങ്ങനെ വലിയ കട്ടൻ പോലെ വലിയ ബലമുള്ള തുണി, കട്ടൻ ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ട് അതിൽ വന്ന് കാറ്റടിക്കുമ്പോൾ അതിൻ്റെ ശക്തി കൊണ്ട് ആ പായ്വഞ്ചി ഇങ്ങനെ നീങ്ങി പോകുന്നതൊക്കെ നമുക്കറിയാം. ഓക്കെ, ഇനി ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് 5.1 പോവുകയാണ്. കംപ്ലീറ്റ് ദി ഫോളോവിങ് സെൻറ്റൻസസ് ബൈ യൂസിങ് ദ വേർഡ് ഫ്രം ദി പാസേജ് അബോവ് ഫോർ ഈച്ച് ബ്ലാങ്ക്സ്. എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് ദി സെൻറ്റൻസസ് ബൈ യൂസിങ് ദ വേർഡ്. ഈ താഴെ തന്നിട്ടുള്ള വാചകങ്ങളെല്ലാം ബ്ലാങ്ക്സ് ഉണ്ട്, ഒഴിവായി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ആ ഒഴിവായി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ പഠിച്ച പാസേജിൽ നിന്ന് അനുയോജ്യമായ വാക്കുകൾ കണ്ടെത്തി ഫില്ല് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. ഒന്നാമത്തെ ചോദ്യം പറയുന്നത്, ദ പാസേജ് ഈസ് അബൌട്ട് എ ഡാഷ് ഓഫ് എനർജി ഓഫ് ദി ഫ്യൂച്ചർ. ഈ പാസേജിൽ പറയുന്നത് ഡാഷ് ഓഫ് എനർജി ഓഫ് ദി ഫ്യൂച്ചർ, ഭാവിയിലെ ഡാഷ് എനർജിയെക്കുറിച്ചാണ്. അവിടെ സോഴ്സ് എന്നാണ്, സോഴ്സ് ഓഫ് എനർജി ഓഫ് ദി ഫ്യൂച്ചർ. സോഴ്സ് എന്ന് പറഞ്ഞാൽ ഉറവിടം എന്നാണ്. അപ്പോൾ ഈ പാസേജിൽ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? സോഴ്സ് ഓഫ് എനർജി ഓഫ് ദി ഫ്യൂച്ചർ, ഭാവിയിലെ ഊർജ ഉറവിടത്തെക്കുറിച്ചാണ് ഈ പാസേജിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിന്, ഗ്രേറ്റ് ഡീൽ ഓഫ് ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടുഡേ ടു ക്ലീൻ നോൺ പൊല്യൂട്ടിങ് എനർജി. അവിടെ ക്ലീൻ ആണ് വരേണ്ടത്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത് ക്ലീൻ എനർജിയാണ്. ഇന്ന് വലിയ അളവിലുള്ള പ്രാധാന്യം എന്തിനു കൊടുക്കുന്നുണ്ട്? നോൺ പൊല്യൂട്ടിങ്, പൊല്യൂഷൻ ഇല്ലാത്ത
ക്ലീൻ എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ക്ലീനാണ് അവിടെ വരേണ്ടത്. മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. സം ഓഫ് ദി ആൾട്ടർനേറ്റീവ് സോഴ്സസ് ഓഫ് ക്ലീൻ നോൺ പൊല്യൂട്ടിംഗ് എനർജി ആർ. എന്താണ്? ചില ഊർജ ഉറവിടങ്ങൾ. എങ്ങനെയുള്ള ഉറവിടങ്ങൾ? നോൺ പൊല്യൂട്ടിംഗ്, എന്താണ്? മലിനമാകാത്ത അല്ലെങ്കിൽ മാലിന്യമുണ്ടാക്കാത്ത എനർജി, ക്ലീൻ ആയിട്ടുള്ള എനർജിയുടെ ചില ഉറവിടങ്ങൾ ഡാഷ് എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. എന്താണ് അതിനെ അവിടെ പറഞ്ഞിരിക്കുന്നത്? ദ സൺ, ദ വിൻഡ്, ദ ടൈഡ്സ്, വാട്ടർ ആൻഡ് ബയോഗ്യാസ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? ദ സൺ, ദ വിൻഡ്, ദ ടൈഡ്സ്, വാട്ടർ ആൻഡ് ബയോഗ്യാസ്. ഇവയൊക്കെ എന്താണ്? ക്ലീൻ എനർജിയാണ്, നോൺ പൊല്യൂട്ടിംഗ് എനർജി ആണ്. എന്താണ് നോൺ പൊല്യൂട്ടിംഗ് എനർജി എന്നുണ്ടോ? പ്രകൃതിക്ക് അല്ലെങ്കിൽ അന്തരീക്ഷത്തിലേക്ക് ഒരുപാട് വിഷവാതകങ്ങളും മാലിന്യങ്ങളും തള്ളിക്കൊണ്ട് ഉണ്ടാക്കുന്ന എനർജി അല്ല ഇത്. ഇവയൊക്കെ ഉപയോഗിച്ച് എനർജി ഉണ്ടാക്കുമ്പോൾ യാതൊരുവിധ മാലിന്യങ്ങളും വരുന്നില്ല. അടുത്ത നാലാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. വിൻഡ് എനർജി ഈസ് ദ ഡാഷ് by which wind is used to generate electricity. Wind energy is the dash by, അവിടെ പ്രോസസ്സ് എന്നാണ് പറയുന്നത്. പ്രോസസ്സിലൂടെ, വിൻഡ് എനർജി ഒരു പ്രോസസ്സിലൂടെ വിച്ച് വിൻഡ് ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി, ചില പ്രക്രിയകളിലൂടെ. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പ്രക്രിയയാണ്. വിൻഡ് എനർജി ഈസ് ദ പ്രോസസ് ബൈ, ചില പ്രക്രിയയുടെ ഫലമായി വിൻഡ് ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി, കാറ്റിനെ ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താണ്? ചില പ്രക്രിയയിലൂടെ കാറ്റിനെ എന്താക്കി മാറ്റുന്നു? ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്നു. അഞ്ചാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. വിൻഡ് ഡാഷ് ആർ യൂസ്ഡ് ടു കൺവേർട്ട് വിൻഡ് എനർജി ടു മെക്കാനിക്കൽ പവർ. വിൻഡ് എനർജിയെ മെക്കാനിക്കൽ പവറാക്കാൻ എന്താണ് ഉപയോഗിക്കുന്നത്? ഡാഷ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ നമുക്കറിയാം വിൻഡ് എനർജിയെ മെക്കാനിക്കൽ പവറാക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? വിൻഡ് ടർബൈൻസ് ആണ്. വിൻഡ് ടർബൈൻസ്. എന്താ വിൻഡ് ടർബൈൻസ് എന്ന് പറഞ്ഞാൽ? കറങ്ങുന്ന ചക്രങ്ങൾ ഉപയോഗിച്ചാണ്, വിൻഡ് ടർബൈൻസ് ഉപയോഗിച്ചിട്ടാണ് അതിനെ മെക്കാനിക്കൽ പവറാക്കി മാറ്റുന്നത്. അടുത്തത് ആറാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. സബ്സീക്വൻ്റ്ലി, അനന്തരമായി എ ഡാഷ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ദി മെക്കാനിക്കൽ പവർ ഇൻറ്റു ഇലക്ട്രിസിറ്റി. അപ്പോൾ കാറ്റിൽ നിന്ന് ഉണ്ടാകുന്ന മെക്കാനിക്കൽ പവറിനെ ഇലക്ട്രിസിറ്റി ആക്കി മാറ്റാൻ വേണ്ടി ഡാഷ് ഉപയോഗിക്കുന്നു. എ ജനറേറ്റർ ഈസ് യൂസ്ഡ്, അവിടെ ജനറേറ്ററാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം പറയുണ്ടായി കാറ്റ് എന്ന് പറയുന്നത് എന്താണ്? കൈനറ്റിക് എനർജിയാണ്, ചലനാത്മക ശക്തിയാണ്. ആ എനർജി എന്താക്കി മാറ്റുന്നു? മെക്കാനിക്കൽ പവറാക്കി മാറ്റുന്നു. ആ മെക്കാനിക്കൽ പവറിനെ ഒരു ജനറേറ്ററിൻ്റെ സഹായത്തോടു കൂടി ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം. വെൻ ആൻഡ് വെയർ വാസ് വിൻഡ് എനർജി ഫസ്റ്റ് യൂസ്ഡ്? എപ്പോഴാണ് വിൻഡ് എനർജി ആദ്യമായി ഉപയോഗിച്ചത്? അതാണ് ചോദ്യം. എപ്പോഴാണ് വിൻഡ് എനർജി ആദ്യമായി ഉപയോഗിച്ചത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻ ഈജിപ്റ്റ് ഇൻ 5000 BC ടു മൂവ് പ്രോപ്പൽ ബോട്ട്സ് അലോങ് ദ നൈൽ. നൈൽ നദിയിലൂടെ പായ്വഞ്ചികൾ ഓടിക്കുവാൻ വേണ്ടിയിട്ട് BC 5000 മുൻപ്, BC 5000 ഈജിപ്തിൽ ഈ കാറ്റിൻ്റെ ശക്തിയെ ഉപയോഗിച്ചതെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അടുത്ത സെക്ഷൻ 2 വരികയാണ്. ഇൻ ദി യുണൈറ്റഡ്
യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മില്യൺസ് ഓഫ് വിൻഡ്മിൽസ് വേർ ക്രിയേറ്റഡ് ആസ് ദ അമേരിക്കൻ വെസ്റ്റ് വാസ് ഡെവലപ്ഡ് ഡ്യൂറിങ് ദി ലേറ്റ് 19th സെഞ്ച്വറി. അമേരിക്കൻ ഐക്യനാടുകളിൽ, പ്രത്യേകിച്ച് അമേരിക്കയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ, പടിഞ്ഞാറൻ അമേരിക്കയിൽ മില്യൺസ് ഓഫ് വിൻഡ്മിൽസ് മീൻസ് കാറ്റാടി യന്ത്രങ്ങൾ, നിരവധി കാറ്റാടി യന്ത്രങ്ങൾ വേർ ക്രിയേറ്റഡ് ആസ് ദ അമേരിക്കൻ വെസ്റ്റ് വാസ് ഡെവലപ്ഡ് ഡ്യൂറിങ് ദി ലേറ്റ് 19th സെഞ്ച്വറി. എന്താണ്, 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ എന്തു സംഭവിക്കുന്നു? ഈ അമേരിക്കയുടെ, പ്രത്യേകിച്ച് അമേരിക്കയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് കാറ്റാടി യന്ത്രങ്ങൾ ഉപയോഗിച്ച് അവർ വലിയ വികസനത്തിൻ്റെ പാതയിലേക്ക് വന്നു, ഡെവലപ്ഡായി. എങ്ങനെയാണ് അവർ ഡെവലപ്ഡായിട്ട്? മോസ്റ്റ് ഓഫ് ദം വെർ യൂസ്ഡ് ടു പമ്പ് വാട്ടർ ഫോർ ഫാംസ് ആൻഡ് റാഞ്ചസ്. അതിലെ ഭൂരിഭാഗം കാറ്റാടി യന്ത്രങ്ങളും പ്രവർത്തിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങോട്ട് വെള്ളം പമ്പ് ചെയ്യാനാണ്? ഫോർ ഫാംസ്, കൃഷിയിടങ്ങളിലേക്കും, അതുപോലെ തന്നെ റാഞ്ചസ് മീൻസ് മേച്ചിൽപ്പുറങ്ങളിലേക്കും വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഈ കാറ്റാടി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ലക്ഷക്കണക്കിന്, ആയിരക്കണക്കിന് കാറ്റാടി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമിയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുകയും, ഈ വെള്ളം പമ്പ് ചെയ്യുമ്പോൾ കൃഷി സ്വാഭാവികമായിട്ടും നല്ല രൂപത്തിൽ വളരുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ മേച്ചിൽപ്പുറങ്ങൾ നനയ്ക്കുമ്പോൾ ഉണങ്ങിയ കാലാവസ്ഥയിലും എപ്പോഴും കന്നുകാലികൾക്ക് തിന്നാൻ പുല്ലുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് ഈ കാറ്റാടി യന്ത്രങ്ങളെ ഉപയോഗിച്ച് അമേരിക്കയുടെ ചില ഭാഗങ്ങൾ വലിയ വികസനത്തിലേക്ക് 19ാം നൂറ്റാണ്ടിൽ വന്നു എന്നാണ് പറയുന്നത്. ബൈ 1910 1910 വിൻഡ് ടർബൈൻ ജനറേറ്റേഴ്സ് were producing electricity in many European countries. പല യൂറോപ്യൻ രാജ്യങ്ങളും 1910 എന്ത് സംഭവിച്ചു? വിൻഡ് ടർബൈൻസിൽ നിന്നും ജനറേറ്റർ ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുവാൻ തുടങ്ങി. ആൻഡ് വൈൽ ടുഡേ, ഇന്ന്, വൺ അസോസിയേറ്റ് വിൻഡ് മിൽ വിത്ത് ദി നെതർലാൻഡ്സ് വേർ ദേ ആർ യൂസ്ഡ് ഫോർ പമ്പിങ് വാട്ടർ. ഇന്ന് പോലും എവിടെ, നെതർലൻഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ വിൻഡ് മിൽസ് ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇറ്റ് ഈസ് ഇൻ ഡെൻമാർക്ക് ദാറ്റ് വിൻഡ് ഈസ് ആൻ എഫക്റ്റീവ് സോഴ്സ് ഓഫ് എനർജി. ഡെൻമാർക്ക് എന്ന് പറയുന്ന രാജ്യത്ത് കാറ്റ് ഉപയോഗിച്ചിട്ടാണ് അവരുടെ പ്രധാനപ്പെട്ട ഊർജ്ജ ഉറവിടമായി അവർ കാറ്റിനെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ക്ലോസ് ടു ഹോം, നമ്മുടെ തൊട്ടടുത്ത് തന്നെ, നമ്മുടെ അടുത്തുള്ള തമിഴ്നാട് വാസ് അമംഗ് ദി ഫസ്റ്റ് ഇൻ ഇന്ത്യ ടു ഗീവ് എ ഫിലിപ്പ് ടു വിൻഡ് എനർജി ഓവർ 10 years ago ആൻഡ് കണ്ടിന്യൂസ് ടു ബി എ ലീഡർ. 10 വർഷമായിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാടാണ് വിൻഡ് എനർജി ഉണ്ടാക്കുന്നതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നതും എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മുടെ രാജ്യത്തിനും പ്രോത്സാഹനം ആകുന്നു. ഫിലിപ്പ് എന്ന് പറഞ്ഞാൽ പ്രോത്സാഹനം എന്നാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷമായി ലീഡർ സ്ഥാനത്ത് നിൽക്കുകയാണ് തമിഴ്നാട്. എന്തിൻ്റെ കാര്യത്തിലാണ്? വിൻഡ് എനർജി ഉണ്ടാക്കുന്ന കാര്യത്തിൽ. നിയർലി ഹാഫ് ഓഫ് ഇന്ത്യാസ് നിയർലി 2000 മെഗാവാട്ട് ഓഫ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഫ്രം വിൻഡ് എനർജി കംസ് ഫ്രം തമിഴ്നാട്. അപ്പോൾ എന്താ പറഞ്ഞത്? ഇന്ത്യയിൽ മൊത്തം ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ പകുതി ഭാഗം, നിയർലി ഏകദേശം എന്താണ്, 2000 മെഗാവാട്ട്സ്, 2000 മെഗാവാട്ട്. അത് ഇന്ത്യയിൽ മൊത്തം ഉണ്ടാക്കുന്ന വിൻഡ് എനർജി കൊണ്ടുണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ പകുതിയോളം വരും, 2000 മെഗാവാട്ട്. അതെവിടെ നിന്നാണ്? ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഫ്രം വിൻഡ് എനർജി കംസ് ഫ്രം ദി തമിഴ്നാട്. തമിഴ്നാട്ടിൽ നിന്നാണ് ഇന്ത്യയിലുണ്ടാക്കുന്ന കാറ്റിൽ നിന്നുണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ പകുതി ഭാഗവും സംഭാവന ചെയ്യുന്നത്. വിൻഡ് ടർബൈൻസ് ഹാവ് ബീൻ ഡെക്കറേറ്റിംഗ് അവർ ലാൻഡ്സ്കേപ്പ് നിയർ മധുരൈ ആൻഡ് ബിയോണ്ട്. എന്താ പറയുന്നത്? മധുര മുതൽ അങ്ങോട്ടുള്ള അപ്പുറത്തേക്കുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുകയാണ്? വിൻഡ് ടർബൈൻസ് അലങ്കരിച്ചിരിക്കുകയാണ്, ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. വിൻഡ് ടർബൈൻസ് ഹാവ് ബീൻ ഡെക്കറേറ്റിംഗ്, അലങ്കരിച്ചിരിക്കുന്നു വിൻഡ് ടർബൈൻസ് കൊണ്ട്.
കാറ്റാടി യന്ത്രങ്ങൾ കൊണ്ട് അവർ ലാൻഡ്സ്കേപ്പ് നമ്മുടെ എന്താണ് പ്രദേശം അലങ്കരിച്ചിരിക്കുകയാണ്. ഏതൊക്കെ പ്രദേശമാണ്? നിയർ മധുരൈ ആൻഡ് ബിയോണ്ട്, മധുരയ്ക്ക് അപ്പുറത്തേക്കുള്ള സ്ഥലങ്ങളും. നെക്സ്റ്റ് പാരഗ്രാഫ്. ഇൻ ചെന്നൈ അറ്റ് ദി സെൻറ്റർ ഫോർ വിൻഡ് എനർജി ടെക്നോളജി റിസർച്ച് ഈസ് ഡൺ ടു ചെക്ക് അറ്റ് വേരിയസ് വിൻഡ് സൈറ്റ്സ് വെയർ വിൻഡ് എനർജി ക്യാൻ ബി ടാപ്ഡ്. ഇനി ശ്രദ്ധിക്കുക, ചെന്നൈയിൽ എന്തുണ്ട്? സെൻറ്റർ ഫോർ വിൻഡ് എനർജി ടെക്നോളജി ഉണ്ട്. അപ്പോൾ എന്താണ്? വിൻഡ് എനർജി ടെക്നോളജിയെക്കുറിച്ച് പഠനം നടത്തുന്ന ഒരു സെൻറ്റർ ചെന്നൈയിലുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? റിസർച്ച് ഈസ് ഡൺ. അവിടെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പരീക്ഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനെക്കുറിച്ചാണ്? ഡൺ ടു ചെക്ക് ഔട്ട് വേരിയസ് വിൻഡ് സൈറ്റ്സ് വെയർ വിൻഡ് എനർജി ക്യാൻ ബി ടാപ്ഡ്. എവിടെയൊക്കെയാണ് വിൻഡ് എനർജി കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത്, എവിടെയൊക്കെയാണ് കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് വിൻഡ് ടർബൈൻസ് ഓഫ് ദ വേരിയസ് സൈസ് ആർ ചെക്ക്ഡ് ടു സീ ഇഫ് ദേ ആർ ഡെലിവറിങ് വാട്ട് ദേ പ്രോമിസ്ഡ് ടു ഡു. അതുപോലെ തന്നെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല കാറ്റാടി യന്ത്രങ്ങളും അവയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നു. വിൻഡ് എനർജി ഈസ് ഓൾസോ abundant in many parts of India from Gujarat, Andhra Pradesh and Kerala to the highly region in Maharashtra. അതുപോലെ തന്നെ വിൻഡ് എനർജി വളരെ സമൃദ്ധമായിട്ട് നമ്മുടെ ഇന്ത്യയിലെ പല ഭാഗത്തും ഉണ്ടാക്കാൻ കഴിയും. പാർട്സ് ഓഫ് ഇന്ത്യ ഫ്രം ഗുജറാത്ത് മുതൽ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, കേരള, ദ ഹൈലി റീജിയൻസ് ഇൻ മഹാരാഷ്ട്രയിലെ ഉയർന്ന പ്രദേശങ്ങൾ, കേരളം, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത് പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം വിൻഡ് എനർജി ഈസ് ഓൾസോ abundant ഇൻ മെനി പാർട്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരെ സമൃദ്ധമായി വിൻഡ് എനർജി ഉണ്ടാക്കാൻ കഴിയുന്ന സ്ഥലങ്ങളാണ് ഇവയൊക്കെ എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് ഇൻഡസ് ക്വസ്റ്റ്യൻസ് 5.2 ശ്രദ്ധിക്കുക. ഇൻഡസ് ക്വസ്റ്റ്യൻസ് 5.2. ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ് ബ്രീഫ്ലി. നെയിം ദി യൂറോപ്യൻ കൺട്രീസ് ദാറ്റ് യൂസ് വിൻഡ് എനർജി. വിൻഡ് എനർജി ഉപയോഗിക്കുന്ന യൂറോപ്യൻ കൺട്രീസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നെതർലൻഡ് ആൻഡ് ഡെൻമാർക്ക് എന്നാണ് ആൻസർ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പഠിച്ചു. നെതർലൻഡിൽ എന്ത് ചെയ്യുന്നു? ഇപ്പോഴും വെള്ളം പമ്പ് ചെയ്യാനൊക്കെ അവർ വിൻഡ് എനർജി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഡെൻമാർക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ ഉറവിടം എന്ന് പറയുന്നത് തന്നെ എന്താണ്? വിൻഡ് എനർജി ആണ്. അടുത്ത ചോദ്യം. വെൻ ആൻഡ് വാട്ട് പർപ്പസ് വെയർ വിൻഡ് മിൽസ് യൂസ്ഡ് ഇൻ അമേരിക്ക. അമേരിക്കയിൽ എന്ത് ഉദ്ദേശത്തോടെയാണ് വിൻഡ് മിൽസുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ഡ്യൂറിങ് ദി ലൈറ്റ് 19th century, 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ വിൻഡ് മിൽസ് വെയർ യൂസ്ഡ് ഇൻ ദി അമേരിക്കൻ വെസ്റ്റ് ടു പമ്പ് വാട്ടർ ഫോർ ഫാംസ് ആൻഡ് റാഞ്ചസ്. അമേരിക്കയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ 19ാം നൂറ്റാണ്ടിൽ എന്ത് സംഭവിച്ചു? കൃഷി സ്ഥലങ്ങളിലേക്കും പുൽമേടുകളിലേക്കും മേച്ചിൽപ്പുറങ്ങളിലേക്കും വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിൻഡ് മിൽസ് ഉപയോഗിച്ചുകൊണ്ട് ഇരുന്നത്. നെക്സ്റ്റ് 3ാമത്തെ ചോദ്യം. നെയിം ദ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ദാറ്റ് യൂസ്ഡ് വിൻഡ് എനർജി. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിൻഡ് എനർജി ഉപയോഗിച്ച സംസ്ഥാനം ഏതാണ്? ക്യാൻ ഇറ്റ് ബി യൂസ്ഡ് എൽസ്വെയർ? ഈസ് സോ വെയർ? എന്താണ് ചോദ്യം? ഇന്ത്യയിൽ ആദ്യമായി ക്യാൻ ഇറ്റ് ബി യൂസ്ഡ് എൽസ്വെയർ, എല്ലായിടത്തും ഉപയോഗിക്കാൻ കഴിയുമോ? ഇന്ത്യയിൽ ആദ്യമായി വിൻഡ് എനർജി ഉപയോഗിച്ച സംസ്ഥാനം ഏതാണ്? ഇതെല്ലായിടത്തും ഉപയോഗിക്കാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ വെയർ, എവിടെയൊക്കെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഈസ് യൂസ്ഡ് വിൻഡ് എനർജി ഈസ് തമിഴ്നാട്. ആദ്യമായി ഉപയോഗിച്ച് തമിഴ്നാടാണെന്ന് ആൻസറിൽ പറയുന്നു. യെസ്, ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഇൻ പാർട്സ് ഓഫ് ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, കേരള ആൻഡ് മഹാരാഷ്ട്ര.
തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം ഇത് കാറ്റ് സുലഭമായി ലഭിക്കുന്ന സ്ഥലങ്ങളാണ്. കുന്നിൻ പ്രദേശങ്ങളുണ്ട്, കടൽ തീരങ്ങളുണ്ട്, ഇവിടെയൊക്കെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് പറയുന്നു. അടുത്ത ചോദ്യം ചോദിച്ചിരുന്ന 4ാമത്തെ ചോദ്യമാണ്, ഹൗ ഡസ് റിസർച്ച് ഹെൽപ്പ് ഇൻ പോപ്പുലറൈസിങ് ദ യൂസ് ഓഫ് വിൻഡ് എനർജി? വിൻഡ് എനർജിയെ പൊതുവാക്കുവാൻ വേണ്ടി, പോപ്പുലറൈസ് ചെയ്യുവാൻ വേണ്ടി ഹൗ ഡസ് റിസർച്ച് ഹെൽപ്പ്, എങ്ങനെയാണ് പരീക്ഷണങ്ങൾ സഹായകമാകുന്നത്? ചോദ്യം ഇതാണ്, ആൻസർ, ഇറ്റ് ഫൈൻഡ്സ് ന്യൂ സൈറ്റ്സ് വെയർ വിൻഡ് എനർജി ക്യാൻ ബി യൂസ്ഡ്. നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും എന്താണ് നടത്തുന്നത്? പുതിയ സൈറ്റുകൾ കണ്ടെത്തുകയാണ് അല്ലേ. ഇത് പ്രചാരത്തിലെത്തിക്കാൻ വേണ്ടി, പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടി പുതിയ സൈറ്റുകൾ കണ്ടെത്തുകയാണ്. നമ്മൾ പഠിച്ചു എവിടെയാണ് എന്തുണ്ടെന്ന് പറഞ്ഞാൽ ചെന്നൈയിൽ സെൻറ്റർ ഫോർ വിൻഡ് എനർജി ടെക്നോളജി റിസർച്ചസ് ഉണ്ടല്ലേ. ഡൺ ടു ചെക്ക് ഔട്ട് വേരിയസ് വിൻഡ് സൈറ്റ്സ് വെയർ വിൻഡ് എനർജി ക്യാൻ ബി ടാപ്ഡ്. എവിടെയൊക്കെ വിൻഡ് എനർജി ടാപ്പ് ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ച് റിസർച്ച് നടത്തുകയാണ്. അത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ പറയുകയാണ്, ഇറ്റ് ഫൈൻഡ്സ് ന്യൂ സൈറ്റ്സ്. അവരാണ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ്, എവിടെയൊക്കെയാണ് ന്യൂ സൈറ്റ്സ് വെയർ വിൻഡ് എനർജി ക്യാൻ ബി യൂസ്ഡ്. റിസർച്ച് ഓൾസോ ചെക്സ് ഔട്ട് എക്സിസ്റ്റിംഗ് സൈറ്റ്സ്. കൂടാതെ ഇപ്പം നിലനിൽക്കുന്ന സ്ഥലങ്ങളിലെ കപ്പാസിറ്റിയെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും ഒക്കെ അവർ റിസർച്ച് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇനി സെക്ഷൻ 2 വരികയാണ് നമ്മൾ. ഇൻ ദി വെസ്റ്റ്, സർവേസ് ഹാവ് കോൺസ്റ്റൻ്റ്ലി ഷോൺ ദാറ്റ് ദി പബ്ലിക് പ്രിഫേഴ്സ് വിൻഡ് ആൻഡ് ദ അതർ റിന്യൂവബിൾ എനർജി ഫോംസ് ഓവർ കൺവെൻഷണൽ സോഴ്സ് ഓഫ് ജനറേഷൻ. സർവേകൾ കാണിക്കുന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ, പാശ്ചാത്യ രാജ്യങ്ങളിൽ എല്ലാവർക്കും താല്പര്യം, പൊതുവായ താല്പര്യം എന്ന് പറയുന്നത് വിൻഡ്, അതർ റിന്യൂവബിൾ എനർജി, കാറ്റ് പോലെയുള്ള മറ്റ് പുതുക്കാൻ കഴിയുന്ന തീർന്നു പോകാത്ത ഊർജ ഉറവിടങ്ങളെയാണ് പാശ്ചാത്യർക്ക് ഇപ്പോഴും മുൻഗണന. ഫോംസോ ഓവർ കൺവെൻഷണൽ സോഴ്സ് ഓഫ് ജനറേഷൻ. പരമ്പരാഗത രൂപത്തിൽ അതിനെ ഉപയോഗിക്കുവാൻ, പരമ്പരാഗത രൂപത്തിൽ അതിനെ കണ്ടെത്തി ഉപയോഗിക്കാനാണ് അവർക്കിപ്പോഴും താല്പര്യം. വിൻഡ് എനർജി ഈസ് ഫ്രീ. കാറ്റിൻ്റെ ഊർജത്തിൻ്റെ ഒരു പ്രത്യേകത, അത് ഫ്രീ ആണ്. റിന്യൂവബിൾ സോഴ്സസ്, അത് പുതുക്കാൻ കഴിയുന്നതാണ്, കാറ്റ് തീർന്നു പോകുന്നില്ല. സോ നോ മാറ്റർ ഹൗ മച്ച് ഈസ് യൂസ്ഡ് ടുഡേ. എങ്ങനെ നമ്മളിത് ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല പ്രാധാന്യം. ദെയർ വിൽ സ്റ്റിൽ ബി ദ സെയിം സപ്ലൈ ഇൻ ദി ഫ്യൂച്ചർ. നമ്മൾ ഇപ്പോൾ എങ്ങനെ ഉപയോഗിച്ചാലും, ഇപ്പോൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. അതായത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നോ കുറവ് ഉപയോഗിക്കുന്നോ എന്നുള്ളതല്ല പ്രശ്നം. പിന്നെ എന്താണ്, ദെയർ വിൽ ബി സ്റ്റിൽ ബി സെയിം സപ്ലൈ ഇൻ ദി ഫ്യൂച്ചർ. ഭാവിയിലേക്കും ഇന്ന് കിട്ടുന്ന പോലെ തന്നെ നാളെയും കിട്ടിക്കൊണ്ടിരിക്കും. വിൻഡ് എനർജി ഈസ് ഓൾസോ എ സോഴ്സ് ഓഫ് ക്ലീൻ. കാറ്റിൻ്റെ ഊർജം എന്ന് പറയുന്നത് ഒരു ക്ലീനായിട്ടുള്ള ഉറവിടമാണ്. നോൺ പൊല്യൂട്ടിങ് ഇലക്ട്രിസിറ്റി. എന്താണ് നോൺ പൊല്യൂട്ടിങ് ഇലക്ട്രിസിറ്റിയാണ്, മായമില്ലാത്ത ക്ലീനായിട്ടുള്ള വൈദ്യുതിയാണ് അത് സംഭാവന ചെയ്യുന്നത്. അൺലൈക്ക് കൺവെൻഷണൽ പവർ പ്ലാന്റ്സ്, പരമ്പരാഗതമായിട്ടുള്ള പവർ പ്ലാന്റ്സ് പോലെ വിൻഡ് പ്ലാന്റ്സ് എമിറ്റ് നോ എയർ പൊല്യൂട്ടൻ്റ് ഓർ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. പണ്ടുണ്ടായിരുന്ന കൺവെൻഷനലായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള പവർ പ്ലാന്റ്സ്, എന്തിൻ്റെ, വിൻഡ് എനർജിയുടെ, ആദ്യകാലത്തുണ്ടായിരുന്ന വിൻഡ് എനർജി ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന പവർ പ്ലാന്റ്സ് എന്താണ്, വിൻഡ് എനർജി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കേന്ദ്രം. ഈ കേന്ദ്രം എന്ത് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്, വിൻഡ് പ്ലാന്റ്സ് എമിറ്റ് നോ എയർ പൊല്യൂട്ടൻ്റ് ഓർ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. പണ്ടുണ്ടായിരുന്ന പരമ്പരാഗതമായിട്ടുള്ള വിൻഡ് പ്ലാന്റ്സ്, പവർ പ്ലാന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, എമിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പുറന്തള്ളുന്നുണ്ടായിരുന്നു, വെളിയിലേക്ക് വിടുന്നുണ്ടായിരുന്നു.
എന്ത് എയർ പൊല്യൂഷൻ വായു മലിനീകരണവും അതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള പവർ പ്ലാന്റുകളൊന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, പണ്ടുണ്ടായിരുന്ന പരമ്പരാഗത പവർ പ്ലാന്റുകളെ പോലെ മലിനമാക്കുന്നില്ല, പ്രകൃതിയെ മലിനമാക്കുന്നില്ല എന്നാണ് പറഞ്ഞു വന്നത്. ഇപ്പോൾ വളരെ ആധുനികമായ പവർ പ്ലാന്റുകളാണ് ഉള്ളത് എന്ന് പറയുന്നു. നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് ഇൻ 1990 കാലിഫോർണിയാസ് വിൻഡ് പവർ പ്ലാന്റ്സ് അപ്സെറ്റ് ദ എമിഷൻ ഓഫ് മോർ ദാൻ 2.5 ബില്യൺ പൗണ്ട്സ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് 15 million pounds of other pollutants that would have otherwise been produced. പണ്ടുണ്ടായിരുന്ന വിൻഡ് പവർ പ്ലാന്റ്സുകളൊക്കെ തന്നെ വലിയ മാലിന്യങ്ങൾ പുറത്തേക്ക് തള്ളുന്നുണ്ടായിരുന്നു എന്നതിന് ഉദാഹരണമാണ് പറഞ്ഞത്. 1990 കാലിഫോർണിയയിലുണ്ടായിരുന്ന വിൻഡ് പവർ പ്ലാന്റ്സ് ഏകദേശം അപ്സെറ്റ് എന്ന് പറഞ്ഞ സംഖ്യയാണ്. ദ എമിഷൻ പുറത്തേക്ക് വിടുന്നത്, ഏകദേശം പുറത്തേക്ക് വിടുന്ന സംഖ്യ എന്ന് പറയുന്നത് മോർ ഓഫ് ദാൻ 2.5 ബില്യൺ പൗണ്ട്സ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. 2.5 ബില്യൺ പൗണ്ട്സിന് മുകളിൽ അധികമായിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് ആയിരുന്നു പുറത്തേക്ക് വിട്ടുകൊണ്ടിരുന്നത്. ആൻഡ് 50 million pounds of the other pollutants that would have otherwise been produced. അതുപോലെ തന്നെ എന്ത് വിടുന്നുണ്ടായിരുന്നു, 15 മില്യൺ പൗണ്ട്സ് മറ്റു മാലിന്യങ്ങളും പുറത്തേക്ക് വിടുന്നുണ്ടായിരുന്നു. ഇറ്റ് വുഡ് ടേക്ക് എ ഫോറസ്റ്റ് ഓഫ് 90 million to 175 million trees to provide the സെയിം എയർ ക്വാളിറ്റി. എന്ത് ചെയ്യുമായിരുന്നു, ഏകദേശം ഒരു 90 മില്യൺ മുതൽ 175 മില്യൺ മരങ്ങൾ, അത്രയും എണ്ണം മരങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ, അത്രയും മരങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജന് മാത്രമേ ഇത്രയും പൊല്യൂഷനെ തടഞ്ഞു നിർത്താൻ കഴിയുമായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ എയർ പൊല്യൂഷനെ തടഞ്ഞു നിർത്തണമെങ്കിൽ ഈ കാലിഫോർണിയ പുറത്തേക്ക് വിട്ടുകൊണ്ടിരുന്ന ഇത്രയും വലിയ ഒരു മാലിന്യത്തെ പ്രകൃതിയിൽ നിന്ന് തുടച്ചു നീക്കണമെങ്കിൽ ഏകദേശം 90 മില്യൺ ടു 175 മില്യൺ ട്രീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓക്സിജൻ ആവശ്യമായിരുന്നു, ക്ലീൻ എയർ ആവശ്യമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് പാരഗ്രാഫിലേക്ക് സം ഹാവ് വോയിസ്ഡ് കൺസേൺ ഓവർ ദി നോയ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ റോട്ടർ ബ്ലേഡ്സ്, എസ്തെറ്റിക് ഇമ്പാക്റ്റ് ആൻഡ് ദി പ്ലിക്ത് ഓഫ് ബേർഡ്സ് ദാറ്റ് ഫ്ലൈ ഇൻ ടു ദി റോട്ടേഴ്സ്. ഇനി മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ ശബ്ദമുണ്ടാക്കിയിരുന്നു. എന്തിനു വേണ്ടിയിട്ട്, കൺസേൺ ഓവർ ദി നോയ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ റോട്ടർ ബ്ലേഡ്സ്. ഈ റോട്ടർ ബ്ലേഡ്സ് എന്ന് പറഞ്ഞാൽ കറങ്ങുന്ന ഭ്രമണഭാഗം, അതാണ് ഈ കാറ്റാടി യന്ത്രത്തിൻ്റെ കറങ്ങുന്ന ഭ്രമണഭാഗം. അപ്പോൾ നമുക്കറിയാം, കാറ്റാടി യന്ത്രം കണ്ടിട്ടുള്ളവർക്കറിയാം എന്താണ്, അതിന് വളരെ നീളത്തിലുള്ള ബ്ലേഡ് ഉണ്ട്, ലീഫുണ്ട് അല്ലേ. ഈ ലീഫ് ഇങ്ങനെ കറങ്ങുമ്പോൾ ഭയങ്കരമായ ശബ്ദമുണ്ടാകും. അപ്പോൾ ഈ ശബ്ദ മലിനീകരണത്തിനെതിരെ ഒരു വിഭാഗം ആളുകൾ ബഹളം വെച്ചു, അവരെതിർത്തു. പിന്നെ മറ്റു ചിലർ എന്താ ചെയ്തത്, എസ്തെറ്റിക് ഇമ്പാക്റ്റ്, സൗന്ദര്യബോധം. ഇതിങ്ങനെ കുറേ കാറ്റാടി യന്ത്രങ്ങൾ ഇങ്ങനെ എല്ലായിടത്തും പിടിച്ചു വെച്ചിരുന്നത് പ്രകൃതിയുടെ സൗന്ദര്യത്തിന് വിഘാതമാണ്, അല്ലെങ്കിൽ അതിനെതിരാണ്, പ്രകൃതിയുടെ സൗന്ദര്യത്തെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കുറേ ആളുകളും. അതുപോലെ തന്നെ ദ പ്ലിച്ച് ഓഫ് ബേർഡ്സ്. പ്ലിച്ച് എന്ന് പറഞ്ഞാൽ ദുർഘടാവസ്ഥയാണ്. ആരുടെ ദുർഘടാവസ്ഥ, ബേർഡ്സ്, പക്ഷികളുടെ.
ദാറ്റ് ഫ്ലൈ ഇൻ ടു ദി റോട്ടേഴ്സ്. ഈ കറങ്ങുന്ന ബ്ലേഡിനുള്ളിലേക്ക് പക്ഷികൾ വന്ന് കുടുങ്ങുകയല്ല, പക്ഷികൾ അതിലൂടെ കടന്നു പോകുമ്പോൾ അറിയാതെ ഈ ബ്ലേഡിന് ഇടയ്ക്കൂടെ കയറിപ്പോവുകയും പക്ഷികൾ ചത്തുപോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ 2-3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ അതിനെതിരെ വലിയ പരിസര ശബ്ദ മലിനീകരണത്തിനും അതുപോലെ തന്നെ സൗന്ദര്യ നഷ്ടപ്പെടുത്തുന്നെന്നും പറഞ്ഞ് പക്ഷികൾ അപകടത്തിൽപ്പെടുന്നുവെന്നെല്ലാം പറഞ്ഞ് ചില പ്രകൃതിവാദികൾ അതിനെതിരെ ശബ്ദമുയർത്തിയിരുന്നു. മോസ്റ്റ് ഓഫ് ദീസ് പ്രോബ്ലംസ് ഡു നോട്ട് എക്സിസ്റ്റ് ഇൻ ഇന്ത്യ ആസ് വിൻഡ് ഫാംസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദി റിമോട്ട് ഏരിയാസ് ഓർ ദ പ്രോബ്ലംസ് ഹാവ് ഓൾറെഡി ബീൻ സോൾവ്ഡ് ത്രൂ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എന്താണ്? ഈ ഒച്ചയും ബഹളമൊന്നും കേൾക്കാനുള്ള പ്രശ്നമില്ല. കാരണം ഏറെക്കുറെ എല്ലാ വിൻഡ് ഫാംസും കാറ്റിൽ നിന്ന് ഊർജ്ജമുണ്ടാക്കുന്ന കേന്ദ്രങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് എവിടെയാണ്? മൗണ്ടൻ ഏരിയയിലാണ്, ലൊക്കേറ്റഡ് റിമോട്ട് ഏരിയയിലാണ്. വളരെ ജനവാസ കേന്ദ്രത്തിൽ നിന്നെല്ലാം വളരെ അകലെയുള്ള വിദൂര കേന്ദ്രങ്ങളിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ മോഡേൺ ടെക്നോളജി ഓൾറെഡി ഈവൻ റിസോൾവ്ഡ് ത്രൂ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ്. എന്താണ്? സാങ്കേതികമായ വലിയ വികസനം വന്നതോടുകൂടി എന്ത് സംഭവിച്ചു? ഈ ആദ്യമുണ്ടായിരുന്ന ടെക്നോളജിക്കൽ ഇഷ്യൂസൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് നമ്മൾ പോവുകയാണ്. ദ മേജർ ചലഞ്ച് ടു യൂസ് വിൻഡ് ആസ് എ സോഴ്സ് ഓഫ് പവർ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് intermittent and it does not always blow when electricity is needed. ഇനി ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു സ്ഥിരം സോഴ്സാക്കി, കാറ്റിനെ ഒരു സ്ഥിരം ഊർജ്ജ സോഴ്സാക്കി ഉപയോഗിക്കുന്നതിലെ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻ്റർമിറ്റൻ്റ് ആണ്. ഇടവിട്ടുള്ള ഊർജ്ജ സോഴ്സാണ്. അതായത് ഇറ്റ് ഡസ് നോട്ട് ഓൾവേസ് ബ്ലോ വെൻ ഇലക്ട്രിസിറ്റി ഈസ് നീഡഡ്. കറണ്ടിൻ്റെ ആവശ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമുള്ളപ്പോൾ കാറ്റടിക്കണം എന്നില്ല. അപ്പോൾ കാറ്റിനെ ആശ്രയിക്കുന്നതുകൊണ്ട് കാറ്റ് ഇൻ്റർമിറ്റൻ്റ് ആണ്, ഇടവിട്ടാണ് വരിക. ചിലപ്പോൾ കുറേ നേരം അടിക്കും, കുറച്ച് നേരം അടിക്കാതിരിക്കും. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതാണ് ഈ വിൻഡ് എനർജിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത്. ദ ഫാക്റ്റ് റിമൈൻസ് ദാറ്റ് വിൻഡ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോവിങ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. എന്നിരുന്നാലും യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത് കാറ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റസ്റ്റ് ഗ്രോവിങ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ജനറേഷൻ ഇൻ ദി വേൾഡ്. ലോകത്തിലെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദനത്തിൻ്റെ അതിവേഗം വളർന്നു വരുന്ന ഒരു ഉറവിടമാണ് കാറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഹൂ നോസ് മൈറ്റ് ഈവൻ ബി എ ലുക്രേറ്റീവ് കരിയർ ഫോർ മെനി. ആർക്കാണ് അറിയാത്തത്? ഇത്രയും ലാഭകരമായ ഒരു ലുക്രേറ്റീവായിട്ടുള്ള ഒരു മേഖലയാണ് കാറ്റിൽ നിന്നുള്ള ഊർജം ഉണ്ടാക്കൽ എന്ന് ആർക്ക് അറിയാൻ കഴിയും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇൻഡസ് ക്വസ്റ്റ്യൻ 5.3 ശ്രദ്ധിക്കുക. സേ വെദർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ ഓർ ഫാൾസ്. കറക്റ്റ് ദി ഫാൾസ് വൺ. അപ്പോൾ താഴെ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ തെറ്റാണോ ശരിയാണോ എന്ന് എഴുതുക. തെറ്റായതിനെ കറക്റ്റാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ചോദ്യം നമ്പർ 1. പീപ്പിൾ പ്രിഫർ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ടു വിൻഡ് എനർജി. ആളുകൾ എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞത്? ആളുകൾക്ക് വിൻഡ് എനർജിയേക്കാൾ ഇഷ്ടം എന്തിനോടാണ്? കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി, പണ്ട് ഉപയോഗിച്ചിരുന്ന പരമ്പരാഗത എനർജിയോടാണ്. തീ കത്തിക്കുന്നതും അതുപോലെ തന്നെ
മറ്റു രൂപത്തിലുള്ള ഊർജത്തോടാണ് ആളുകൾക്ക് ഇഷ്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിൻഡ് എനർജിയേക്കാൾ. ശരിയാണോ തെറ്റാണോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അത് തെറ്റായിട്ടുള്ള ഒരു ഉത്തരമാണ്. ഫോൾസ് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഫോൾസ് ആണ്. സർവേസ് ഷോ ദാറ്റ് ദി പബ്ലിക് പ്രിഫർ വിൻഡ് ആൻഡ് അതർ റിന്യൂവബിൾ എനർജി ഫോംസ് ഓവർ കൺവെൻഷണൽ സോഴ്സസ്. ആ പരമ്പരാഗത ഊർജത്തേക്കാൾ കൂടുതലായിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ പുതുക്കാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള എനർജിയാണ് ഇഷ്ടപ്പെടുന്നത്. കൽക്കരി കത്തിക്കുക, തീ കത്തിക്കുക പോലെയുള്ള എനർജിക്ക് പകരം പുതുക്കാൻ കഴിയുന്ന ഇത്തരം എനർജിയാണ് ആളുകൾ ഇഷ്ടപ്പെടുന്ന, കൺവെൻഷണൽ അല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ലൈക്ക് ഓയിൽ, വിൻഡ് എനർജി വിൽ വൺ ഡേ ബി ടോട്ടലി യൂസ്ഡ് അപ്പ്. എണ്ണ പോലെ, എണ്ണയെന്ന് പറഞ്ഞാൽ പെട്രോള്, ഡീസല് പോലെയുള്ള ഇന്ധനങ്ങൾ. ഈ ഇന്ധനങ്ങൾ പോലെ എന്ത് ചെയ്യാം? വിൻഡ് എനർജി വിൽ വൺ ഡേ ബി ടോട്ടലി യൂസ്ഡ് അപ്പ്. ഒരു ദിവസം പൂർണ്ണമായും ഉപയോഗിച്ച് തീരാം. കാറ്റിൻ്റെ എനർജി ഇങ്ങനെ ഉപയോഗിച്ച് തീരാം എന്ന് തീർന്നു പോകും എന്ന് ആണ് പറയുന്നത്. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ചോദ്യം ഒന്നുകൂടി ശ്രദ്ധിക്കുക. എണ്ണയും അതുപോലെ തന്നെയുള്ള ഇന്ധനങ്ങൾ തീർന്നു പോകുന്നത് പോലെ ഏതെങ്കിലും ഒരു ദിവസം കാറ്റിൻ്റെ എനർജിയും തീർന്നു പോകാം. അത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിച്ചത്. ഫോൾസാണ്. രണ്ടാമത്തേത് ഫോൾസാണ് പറയുന്നത്. തെറ്റാണ്. കാരണം വിൻഡ് എനർജി ഈസ് ഫ്രീ. അത് സ്വതന്ത്രമാണ്. അത് പണം കൊടുത്ത് വാങ്ങേണ്ടതില്ല. റിന്യൂവബിൾ സോഴ്സാണ്. അത് പുതുക്കാൻ കഴിയുന്നതാണ്. അത് പ്രകൃതിയുടെ ഒരു ദാനമാണ്. അതൊരിക്കലും തീരുന്നില്ല. ഇനി മൂന്നാമത്തെ ചോദ്യം, കാലിഫോർണിയാസ് വിൻഡ് പവർ പ്ലാന്റ്സ് ആർ ഏബിൾ ടു നെഗേറ്റ് ദി ബാഡ് ഇൻഫ്ലുവൻസ് ഓഫ് ദി എനോർമസ് amount of pollutant it is factories creates. കാലിഫോർണിയയിലെ ഈ വിൻഡ് പവർ പ്ലാന്റ്സ് എല്ലാം വലിയ രൂപത്തിലുള്ള പൊല്യൂട്ടൻ്റ് ആയിരുന്നു, വലിയ മാലിന്യങ്ങൾ സൃഷ്ടിച്ച ഒന്നായിരുന്നു. ശരിയോ തെറ്റോ എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ശരിയാണ്. നമ്മൾ പഠിച്ചതാണ്. എത്രയോ ടൺ കണക്കിന് കാർബൺ ഡൈ ഓക്സൈഡൊക്കെയാണ് തള്ളിക്കൊണ്ടിരുന്നതെന്ന് പറയുകയുണ്ടായി. അടുത്തത് അഞ്ചാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ് ചോദിക്കുന്നത്. എ ലാർജ് നമ്പർ ഓഫ് ട്രീസ് ആർ കട്ട് ഡൗൺ ടു ക്രിയേറ്റ് സ്പേസ് ഫോർ വിൻഡ് പവർ പ്ലാന്റ്. കാറ്റാടി യന്ത്രങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ വേണ്ടി? ഊർജമുണ്ടാക്കാൻ വേണ്ടി, വിൻഡ് പവർ പ്ലാന്റ്സ് ഉണ്ടാകാൻ, കാറ്റിൻ്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിരവധിയായ മരങ്ങൾ വെട്ടി നശിപ്പിച്ചു. ശരിയോ തെറ്റോ? ഫാൾസ്. തെറ്റാണ്. എ ലാർജ് നമ്പർ ഓഫ് ട്രീസ് വുഡ് നീഡ് ടു ബി കട്ട് ടു ലെസ്സൻ ദി ഹാം കോസ്ഡ് ബൈ പൊല്യൂട്ടൻസ് ഇൻ ദി എയർ ഇൻ കാലിഫോർണിയ. ഓക്കെ, ആ ആൻസർ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ് എന്ന് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അതുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള ലാർജ് നമ്പർ ഓഫ് ട്രീസ് വുഡ് ബി നീഡ് ടു ബി കട്ട്, അത് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ മരം മുറിക്കേണ്ട ആവശ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ഫോൾസ് എന്ന് പഠിച്ചാൽ മതി. അടുത്ത ചോദ്യം ചോദിക്കുന്നത്, വിൻഡ് പവർ പ്ലാന്റ്സ് ഓപ്പറേറ്റ് നോയ്സ്ലെസ്ലി. വിൻഡ് പവർ പ്ലാന്റ്സുകളൊക്കെ ശബ്ദരഹിതമായിട്ടാണ് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നത്. ശരിയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫാൾസ്. വിൻഡ് പവർ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് നോയ്സ്. എന്താണ്? വിൻഡ് പവർ പ്ലാന്റ്സിൽ നിന്നും സ്വാഭാവികമായിട്ടും ശബ്ദം ഉണ്ടാകുന്നു. ഓക്കെ, അത്രയും കാര്യങ്ങളാണ്. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ ചോദ്യം, ഗിവൺ ബിലോ ആർ സം ഹെഡിങ്സ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എഗനസ്റ്റ് ഈച്ച് ഹെഡിങ്സ് വിത്ത് പോയിൻറ്റ്സ് ഫ്രം ദിസ് സെക്ഷൻ. ഡു നോട്ട് റൈറ്റ് ലോങ് സെൻറ്റൻസസ്, റൈറ്റ് ഇൻ ദി പോയിൻ്റ് ഫോം. താഴെ വിൻഡ് എനർജി എന്ന ഹെഡിങ് കൊടുത്തിട്ട് സൈഡിൽ അഡ്വാൻറ്റേജസ്, വീക്ക്നെസ്, സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച പാസേജിൽ നിന്ന്
അതൊന്ന് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ട്. അതിനുള്ള വലിയ സെൻറ്റൻസുകൾ എഴുതരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിൻഡ് എനർജിയുടെ ഗുണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അഡ്വാൻറ്റേജസ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആൻസർ ഈ പറഞ്ഞിട്ട് ക്ലീൻ എനർജിയാണ്, ഗുണങ്ങളാണ്. ക്ലീൻ എനർജി, നോ പൊല്യൂട്ടൻസ്, ഫ്രീ ആണ്, റിന്യൂവബിൾ ആണ്. വീക്ക്നെസ് എന്തെല്ലാമാണ്? നോയ്സിലിയാണ്, ശബ്ദമുണ്ടാക്കുന്നു. നോട്ട് ഗുഡ് ടു ലുക്ക് അറ്റ്, കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, ഇങ്ങനെ കുറേ കാറ്റാടി യന്ത്രങ്ങൾ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നു. കിൽസ് ബേർഡ്സ്, പക്ഷികളെ കൊല്ലുന്നു. ഇൻ്റർമിറ്റൻറ്റ് സപ്ലൈ, ഇടവിട്ടുള്ള സപ്ലൈ ആണ് ലഭിക്കുന്നത്. ഇങ്ങനെ കുറേ പോരായ്മകളുണ്ട്. ഈ സൊല്യൂഷൻസ്, നിർദ്ദേശങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ലൊക്കേറ്റ് ഇൻ എ റിമോട്ട് ഏരിയാസ്, ദൂര സ്ഥലങ്ങളിൽ സ്ഥാപിക്കുക. യൂസ് മോഡേൺ ടെക്നോളജി, അത്യാധുനികമായ ടെക്നോളജികൾ ഉപയോഗിക്കുക എന്നുള്ള സൊല്യൂഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഓവറോൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഭാഗം കാണുന്നത്. ഓവറോൾ ക്വസ്റ്റ്യൻസ്, ഒന്നാമത്തെ ചോദ്യം, നെയിം സം സോഴ്സസ് ഓഫ് ക്ലീൻ റിന്യൂവബിൾ എനർജി. ക്ലീൻ റിന്യൂവബിൾ എനർജി, പുതുക്കാൻ കഴിയുന്ന ശുദ്ധമായ ഊർജത്തിൻ്റെ ചില ഉറവിടങ്ങൾ പറയാണ്. അപ്പോൾ നമുക്കറിയാം, ആൻസറിൽ പറയാണ് വിൻഡ്, സൺ, ടൈഡ്സ്, വാട്ടർ ആൻഡ് ബയോഗ്യാസ്. അതാണ് ആൻസർ. രണ്ടാമത് പറയുന്നതാണ് രണ്ടാമത്തെ ചോദ്യം, വാട്ട് യുണീക്ക് പ്ലേസ് ഡസ് ഇന്ത്യ ഹാവ് ഇൻ റിലേഷൻ ടു വിൻഡ് എനർജി. ഇന്ത്യയിൽ കാറ്റുമായി ബന്ധപ്പെട്ട്, കാറ്റിൻ്റെ എനർജി ഉണ്ടാക്കുന്നതിൽ ഇന്ത്യക്ക് എത്ര അസാധാരണമായ സ്ഥാനമാണ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യ ഹാസ് ദ വേൾഡ്സ് ഓൺലി മിനിസ്ട്രി ഫോർ ദ റിന്യൂവബിൾ എനർജി. ഇന്ത്യയുടെ സ്ഥാനമെന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജിക്ക് ഒരു മിനിസ്ട്രി, ഒരു വകുപ്പ്, മന്ത്രിതല വകുപ്പുള്ളത് ഇന്ത്യയിൽ മാത്രമാണ്. ഓൾസോ ഇന്ത്യ ഈസ് ദ വേൾഡ്സ് ഫിഫ്ത്ത് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് വിൻഡ് എനർജി. വിൻഡ് എനർജി ഉണ്ടാക്കുന്നതിൽ അഞ്ചാമത്തെ രാജ്യമാണ്, 5ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് നമ്മൾ. ഇനി മൂന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് വിൻഡ് എനർജി. വിൻഡ് എനർജി ഉപയോഗിക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഇറ്റ് ജനറേറ്റ്സ് ചീപ്പ്, വളരെ വില കുറഞ്ഞ്, വളരെ ചിലവ് കുറഞ്ഞ് ഉണ്ടാക്കാൻ കഴിയുന്നു. വളരെ ചിലവ് കുറവാണ് ഉണ്ടാക്കാൻ വേണ്ടി. നോൺ പൊല്യൂട്ടിങ്, അതിന് മലിനമാക്കുന്നില്ല. അതുപോലെ തന്നെ ഫ്രീ ആൻഡ് റിന്യൂവബിൾ എനർജി, അത് ഫ്രീ ആണ്, വില കൊടുത്ത് വാങ്ങേണ്ടതില്ല. അതിൻ്റെ ഉറവിടങ്ങൾ ഫ്രീ ആണ്, അത് പുതുക്കാൻ കഴിയുന്ന എനർജിയും ആണ്. നാലാമത്തെ ചോദ്യം, വാട്ട് മേജർ ചലഞ്ചസ് ഡസ് ദി യൂസ് ഓഫ് വിൻഡ് എനർജി പോസ് ടു മാൻ. വിൻഡ് എനർജി ഉപയോഗിക്കുമ്പോൾ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം എന്താണ്? ദ സപ്ലൈ ഈസ് ഇൻ്റർമിറ്റൻറ്റ്, അതാണ് ആൻസറിൽ പറയുന്നത്. അതിൻ്റെ പ്രധാനം അല്ലെങ്കിൽ അതിൻ്റെ ലഭ്യത എന്ന് പറയുന്നത് ഇൻ്റർമിറ്റൻ്റ് ആണ്, ഇടവിട്ട് ആണ്. വിൻഡ് ഡസ് നോട്ട് ഓൾവേസ് ബ്ലോ വെൻ എലക്ട്രിസിറ്റി ഈസ് നീഡഡ്. എപ്പോഴാണ് എലക്ട്രിസിറ്റി ആവശ്യമുള്ളത് അപ്പോഴെല്ലാം കാറ്റടിക്കണം എന്നില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഏകദേശമായി നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. അതിന് ഗ്രാമർ വർക്കും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇംഗ്ലീഷിൻ്റെ നോട്ട്സിൽ വിശദമായി തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.